ഞാൻ എന്താ ചെയ്യേണ്ടത്? വിനേട്ടനൊന്ന് പറഞ്ഞത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? സിന്ധുവിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സിന്ധു തന്നെയായിരുന്നില്ലേ ഇതുവരെ? അതല്ലേ നമ്മുടെ രീതി? അതെ, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. വിനേട്ടനൊന്ന് പറഞ്ഞതാ. പോണെന്ന് തന്നെയല്ലേ സിന്ധുവിന്റെ മനസ്സിൽ? ആണോ? ആയിരിക്കണം. കാരണം ഈ രാജിവെക്കലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ്, തോറ്റുകൊടുക്കലാണ്. ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ്. ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ? വിനേട്ടനൊന്ന് അവളോട് പറയൂ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ. അത് സിന്ധു തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പോയിട്ട് വരാനോ? Do as you like. നമ്പ്യാരേട്ടാ, സിന്ധു പോകാൻ തീരുമാനിച്ചു. തീരുമാനിച്ചോ? അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? ശോശമേ, വാ നമുക്ക് പോവാം. അവരായി, അവരെ പാടായി. നമ്പ്യാരേട്ടാ, എന്താ ഞാൻ പറയുന്നത്? ഒന്നും പറയണ്ട. ഓടി. വിനേട്ടാ, അതൊന്നും കുഴപ്പമില്ല. നീ ഒന്ന് വന്നേ. സിന്ധു ചേച്ചി പോകാതിരിക്കുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. അയ്യടാ, വാ. നിന്നെ ഓർത്താ ഞാനിപ്പോ പോണത്. അതെന്താ? തൊഴിലാണടി ദൈവം. നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് നിന്നോടൊരു അനിഷ്ടം തോന്നും. അത് വേണ്ട. പിന്നൊരു കാര്യം, ഞാൻ തിരിച്ചു വന്ന കുറേ ദിവസം നീ ഇവിടെ ഉണ്ടാവണം. അപ്പൊ എന്റെ ക്ലാസ്സോ? അത് കുറച്ചു ദിവസം ലീവ് എടുക്കാം. ഇപ്പൊ എന്റെ പഠിത്തമല്ലേ എന്റെ തൊഴില്, എന്റെ ദൈവം. വിഷമിക്കാതെടോ, താൻ പോയിട്ട് വാ. എത്ര ദിവസം വേണേലും ഞാനിവിടെ നിന്നോളാം. എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്ക് ഇണങ്ങുന്നുണ്ട് ഇതൊക്കെ? താൻ പോ, ചുമ്മാ സ്നേഹം പിടിച്ച് വാങ്ങിക്കാതെ പോ. അവള് പറയാ ഞാനവളുടെ ദൈവമാണെന്ന്. എന്റെയും. ഓ പിന്നെ, ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളണേ. പാവ അവള്. വിനേട്ടൻ അവൾക്കൊന്നിനും ഒരു കുറവ് വരുത്തരുത്. നീ എന്താ ഈ പറയണേ? നിന്റെ മാത്രമല്ലല്ലോ, എന്റെയും കൂടിയല്ലേ ബാല? അറിയാം, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഓ, ഈ ബുക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, ജീവിതം മനോഹരമാണ്. അങ്ങനെ പറഞ്ഞോളൂ, അപ്പൊ സങ്കടമൊക്കെ താനേ പോകും. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എത്ര ബ്യൂട്ടിഫുള്ളാ. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ നാട്ടും പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക. സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക. ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്നറിഞ്ഞ് അവളെ ഏറ്റെടുക്കുക, ഒരു ജീവിതം തരിക. ആകെയുള്ളൊരു അനിയത്തെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക. എന്റെ വിനയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ ഇത്? Really beautiful. ഓഫീസ് അടച്ചു. മാനേജറുടെ വീട് എവിടെയാ? എന്തിനാ നമ്പ്യാരേട്ടാ? ചുമ്മാ ഒന്ന് കാണാൻ. എവിടെയാ വീട്? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതൊക്കെ ജനലൊക്കെ വന്നാന്നോ ചോദിക്കുന്നത്? പിന്നെ വാതിലടച്ചാ പിന്നെ ജനലിൽ കൂടെ അല്ലാണ്ട് ആരാച്ചോടെ നോക്ക? വാതിലടച്ചത് കാര്യം ഉണ്ടായിട്ട് പോ. ജനല് നമ്പ്യാരേട്ടൻ ഒരു നാണവുമില്ല. ജനാൽക്കൽ വന്ന് നിന്ന് നമ്മൾ ചുമ്മാ കിടക്കായിരുന്നല്ലോ അല്ലേ? പുള്ളിക്കറിയാം നാളെ സിന്ധു പോകുന്നോണ്ട് ഇവിടെ പലതും നടക്കുന്നു. അതുകൊണ്ട് ചുറ്റിപ്പറ്റി എന്നതാ. ജനലടച്ചേക്ക, അല്ലെങ്കിൽ അയാൾ ഇനിയും വരും. ബാലയെ വിളിക്കണ്ടേ? വേണ്ട, അവൾ ഉറങ്ങല്ലേ, ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ വരുന്നവരെ ഈ സാരി ഇവിടെ കിടന്നോട്ടെ. എന്തിനാ? ഞാനില്ലാത്തപ്പോ വിനേട്ടൻ എന്നെ ഓർക്കാൻ, എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ. ആയിക്കോട്ടെ. സിന്ധു തിരികെ വന്ന് ഈ സാരി ഉടുത്ത് ഇതിന് ജീവൻ വെപ്പിച്ച് തരുന്നത് വരെ ഇതെന്റെ കൂടെയുണ്ട്.
എനിക്കിപ്പോഴും വിനയേട്ടനോട് ഒരുതരം കൊതിയാ. കൊതിയോ? അതെങ്ങനെ? അങ്ങനൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പോയിട്ട് തിരികെ വരുമ്പോ ഒരു രാത്രി മുഴുവൻ വിനയേട്ടനെ ഉറക്കി കിടത്തിയിട്ട് എനിക്ക് ഈ മുഖത്ത് നോക്കിയിരിക്കണം. വെറുതെ. ആയിക്കോട്ടെ, ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ. ഉം? ഉം? അപ്പോ ഞാൻ വരണ്ടേ? വന്നോളൂ. ഓക്കെ. വാ. ഓക്കേ. സിന്ധു ചേച്ചിയുടെ സീറ്റിൽ ഞാനൊന്ന് ഇരിക്കട്ടെ കുറെ നേരം. ഇനിയാണ് ഞാൻ വിനയേട്ടനെ ഒരു പരുവത്തിലാക്കാൻ പോകുന്നത്. ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ. വേഗം റെഡിയായാൽ അവരെത്തും മുമ്പ് നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല കാര്യമായി. ഞാൻ ഉണ്ടാക്കാൻ പോയിരുന്നു ഭക്ഷണം അവിടെ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ബാലേട്ടാ. വിനയേട്ടൻ ടെൻഷൻ അടുപ്പിക്കാതെ എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മാനേജർ പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങും. ആരാ? അമ്മായി അച്ഛനാ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് ചെന്ന് കാണാൻ. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. എന്താ പേര്? ബാവ. ബാവ. ആരെയും ബാവ ഗായകനാക്കും. ആ ബാവയാണോ? ആ ബാവ ഞാനല്ല, അത് വേറെ ബാവ. ആ ബാവ എവിടെ താമസം? അറിയില്ല. അറിയില്ല. ആ, നിക്ക് 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 നിക്ക്. ആരും പൂവല്ലേ, എല്ലാവരും കുറച്ച് നേരത്തേക്ക് ഇവിടെ വേണം. ആരാ? സാറിന്റെ അമ്മായച്ചനാ. നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ? ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നു. ഓ, എന്താ ആരും പോയില്ലേ? മോനെ ഒന്ന് നിന്നേ. അതെ, അമ്മായച്ചനാണെങ്കിൽ അടിച്ചത് ശരിയായില്ല. ശരിയായില്ല? തീരെ ശരിയായില്ല. ആഹാ, എന്താ കാര്യം? എന്താ അടിച്ചത് ശരിയായില്ലെന്ന്. ഏ? ഇപ്പൊ ശരിയായ? വണ്ടി പോട്ടെ. തന്റെ അമ്മായിച്ചെന്തിനാ എന്നെ തല്ലിയത്? എന്റെയോ? സാറിന്റെ അല്ലേ? ഒലക്ക. എന്നിലെ കുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം. കുക്കോ ഭക്ഷണോ? രണ്ടും കൊള്ളാം. ഉച്ചഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സിന്ധു ചേച്ചി ഇല്ലാന്നൊരു തോന്നല് വിനയേട്ടൻ ഉണ്ടാകരുതെന്ന്. അതുണ്ടാവാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഉം. ആ, ഗുഡ് മോർണിംഗ് സർ. യെസ്, വന്നോളൂ. ആ, ഇരിക്കേ, ഇങ്ങോട്ടൊക്കെ ഇരിക്കേ. കേളി നിലാവൊരു പാലാഴി, കേളി നിലാവൊരു പാലാഴി, പാലാഴി, പാലാഴി. വനമുരളി, വനമുരളി. കേളി നിലാവൊരു, കേളി നിലാവൊരു
പാലാഴി പാലാഴി. പല്ലവി പഠിച്ചു കഴിഞ്ഞല്ലോ. പല്ലവി നന്നായാൽ പാട്ട് നന്നായി എന്നാണ് അർത്ഥം. പഠിച്ച വരികളിലെ സ്വരങ്ങളും ഭാവവും ആവർത്തിച്ച് പഠിക്കണം. ഒന്നും മറക്കരുത്. ചരണം നമുക്ക് നാളെ പഠിക്കാം. ഉച്ച കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തു പോകണം. ഓക്കെ. വിനേട്ടാ, എല്ലാവർക്കും ഊണ് കരുതിയിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് ഊണ് നിക്ക്. ഇതെന്റെ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. സാറിത് സാറിന്റെ ഭാര്യയാണോ? ഭാര്യയല്ല, ഭാര്യയുടെ അനിയത്തി. കണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ പോലെ +2 പഠിക്കുന്ന കുട്ടിയാ. ശരി. ഓ, ഞാനിപ്പോ വരാം. ബാല, നീ കുളിമുറി കയറി കുളിച്ചോ? അതെ. എന്താ സിന്ധു ചേച്ചിയുടെ മണം അല്ലേ? അതിവിടൊക്കെ പരക്കാനാണ് ഞാൻ സിന്ധു ചേച്ചിയുടെ കാച്ചെണ്ണ, സോപ്പ്, ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ചത്. വിനേട്ടിന് ഇപ്പൊ തോന്നില്ലേ സിന്ധു ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ടെന്ന്? ഇതെന്താ, നിന്ന് കഴിക്കാൻ പോവാണോ? ഇരുന്ന് കഴിച്ചാല് ഒരുപാട് കഴിച്ചു പോകും. സിന്ധു ചേച്ചിയുടെ ഈ സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഉം. കുറെ കൂടി മുടിയുണ്ടായിരുന്നെങ്കിൽ സിന്ധു ചേച്ചി തന്നെ ആയിരുന്നേനെ അല്ലേ? ഇല്ല, ബാലേട്ടനെന്നും ബാലേട്ടനെ പോലെ തന്നെ ഉണ്ടാവും. അതാ എന്റെ സങ്കടം. കുറെ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം, സിന്ധു ചേച്ചിയെ പോലെ ആകണം എന്ന് ആഗ്രഹം തോന്നാൻ തുടങ്ങിയിട്ട്. സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ, വർത്താനം പറയുന്ന പോലെ പറയാൻ, ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്കുക. ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്നറിഞ്ഞും ഞാൻ ശ്രമിച്ചു. പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണമൊക്കെ മാറ്റിയത്, മുടി വെട്ടിയത്, അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ വിനേട്ടിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിനേട്ടിന് അരികെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ സിന്ധു ചേച്ചി തന്നെയാണെന്ന്. ഇന്ന് രാത്രി ഒരു ജോളിക്ക് എന്റെ കൂടെ വരാമോ? നമ്പേരട്ടിന്റെ തോട്ടത്തിൽ നിന്നും പച്ചക്കറി മോഷ്ടിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് വിനേട്ടിന് സിന്ധു ചേച്ചിയുമായി പാടാറുള്ള പാട്ടും പാടണം. അതൊക്കെ എന്റെ സിന്ധുവിന്റെ സ്വകാര്യ സുഖങ്ങളാ. അതിൽ മറ്റൊരാളെ എങ്ങനെയാ പങ്കെടുപ്പിക്കുക? അപ്പൊ ഞാൻ മറ്റൊരാളാണോ? പറ, ഞാൻ മറ്റൊരാളാണോ? ഇപ്പൊ ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു. നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല? എനിക്ക് മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ സാരിയും മണമൊക്കെ കട്ടെടുക്കുക, ഇങ്ങനെ എന്തൊക്കെയോ പറയുക. എന്തിനാ ഇതൊക്കെ? നിന്റെ വിളച്ചിൽ എനിക്ക് പിടികിട്ടി. അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കെട്ടലായത് അല്ലേ? അല്ല, അമേരിക്ക പോണ്ടാന്ന് സിന്ധു ചേച്ചി പറഞ്ഞ ആ നിമിഷം ഞാനത് ഉപേക്ഷിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത്. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കാണാൻ പോവാണ്. രാത്രിയെ വരൂ. ഞാനും വരട്ടെ? വേണ്ട, ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സിന്ധു പോലും വരാറില്ല. പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട്. അതിലേത് വേണമെങ്കിലും നീ എടുത്തെടുത്തോ. എന്നിട്ട് ഈ സാരി എടുത്തെടുത്ത് തന്നെ വെച്ചേക്കണം. ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ്. അതെനിക്ക് വേണം. ഇതൊടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയാ പോരെ? Don't be silly. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. അപ്രിയമായ തമാശകൾ നമ്മൾ തമ്മിൽ വേണ്ട ബാല, പ്രത്യേകിച്ചും സിന്ധു ഇല്ലാത്തപ്പോൾ. ഓക്കെ, ഞാൻ അറിഞ്ഞ